വീഡിയോ ഞാനൊരു മുന്നേ നമ്മുടെ ഈ വാച്ച് ഉണ്ടോ, ഈ വാച്ചിൻ്റെ ഒരു റീൽ ആയിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാച്ച് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ട് എന്ന് എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ വാച്ച് ഞാൻ ഏകദേശം ഒരു 10-12 ദിവസം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ വാച്ച് ഇത്ര നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ വാച്ച് എന്താ പറയുക, ഐഫോൺ സെയിം ആട്ടോ, ഒരു മാറ്റമില്ല. ലുക്ക് വൈസ് ഐഫോൺ വാച്ച് എന്താ പറയുക, സെയിം ഐഫോൺ വാച്ച് എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഐഫോൺ എങ്ങനെയാണോ, ഐഫോൺ വാച്ച് എങ്ങനെയാണോ, ലുക്ക് വൈസ് ഐഫോൺ വാച്ച് സെയിം ആട്ടോ. നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഫങ്ഷൻ. നിങ്ങൾ ഡിസ്പ്ലേ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേ ഈ വാച്ച് ഫേസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ക്ലിയർ ആട്ടോ. എന്താ പറയുക, ഈ നമ്മളെ ഡിസ്പ്ലേ ഓഫ് ആയിട്ടും കാണിക്കുന്ന സംഭവമില്ലേ, അതിനെന്തോ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ ഡിസ്പ്ലേ ഒക്കെ എന്താ പറയുക, സെറ്റപ്പ് സൂപ്പറാണ്. പക്ഷേ നമ്മുടെ മെനു കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കര ബോറാട്ടോ. ഇതിപ്പം കണ്ടോ, ഇതിലിപ്പം നിങ്ങൾക്ക് കാണാം. പക്ഷെ എന്നാലും ഫങ്ഷനും കാര്യമൊക്കെ എന്താ പറയുക, നോർമൽ നമ്മൾ വാച്ച് വാങ്ങുമ്പോൾ സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കേട്ടോളൂ, 1999 രൂപ കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നതെന്ന് വെച്ചാൽ ബ്രാൻഡായിട്ടൊന്നുമില്ല, W&O അൾട്ര സ്മാർട്ട് വാച്ച് കേട്ടോ ഉള്ളത്. പിന്നെ വാച്ചിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ 12 ദിവസം യൂസ് ചെയ്തതിലുള്ള മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. വാട്ടർ പ്രൂഫാണ്, ഞാൻ കുളിക്കുമ്പോഴും എല്ലാ സമയത്തും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നമില്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ അതേപോലെ ലുക്ക് വൈസ്, അത് പിന്നെയും പറയുന്നത് ലുക്ക് വൈസ് കേട്ടോ. നമ്മൾ വാച്ച് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു പുറത്ത് പോവുകയാണെങ്കിൽ ഒരാൾക്കും മനസ്സിലാവില്ല ഇത് എന്താ പറയുക, ഈ ആപ്പിളിൻ്റെ വാച്ചാണോ അല്ല കോപ്പിയാണോ എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരില്ല, അവർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവായിരിക്കും, ഇല്ലാത്ത ഒരാൾക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ലുക്ക് വൈസ് സൂപ്പറാണ്, നിങ്ങൾക്ക് കാണാം. ലുക്ക് വൈസ് സൂപ്പർ വാച്ചാട്ടോ, കിടിലൻ വാച്ചാണ് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ. ഫങ്ഷൻ വൈസ് ആണെങ്കിൽ ഒരു കോള് സംസാരിക്കാം, ഫോൺ വന്ന് നമുക്ക് ഇതിലൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷേ വോയിസ് ഭയങ്കര ഡൗൺ ആട്ടോ. നമുക്ക് പറയുന്നതും അവർക്ക് കേൾക്കുന്നതും മൈക്കിനും വലിയ പവറില്ല. മൈക്ക് നമ്മൾ പറയുന്നതും ചെറുതായിട്ട് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. അതുപോലെ നമുക്കും കേൾക്കുന്ന സ്പീക്കർ ചെറിയൊരു സ്പീക്കറാണ്, ചെറിയ സൗണ്ട് ഇങ്ങനെ വെച്ച് കേൾക്കേണ്ടി വരും. അപ്പോൾ ആ യൂസിങ്ങിനൊക്കെ ഇത് നടക്കില്ല കേട്ടോ. നമുക്ക് ടൈം നോക്കാനും ആ ഒരു ലുക്ക് വൈസിലൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുന്നത് പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർജിങ്ങിൻ്റെ കാര്യം, ചാർജ് നമ്മൾ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം എന്താ പറയുക ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ പ്രശ്നമൊന്നുമില്ല, ചാർജിങ്ങിൻ്റെ കാര്യം ഓക്കെയാണ്. പിന്നെ വയർലെസ് ചാർജറാട്ടോ വരുന്നത്, നമുക്ക് വയർലെസ് ചാർജ് ചെയ്ത് ഡിവൈസ് വെച്ചിട്ട് വയർലെസ് ചാർജ് വഴി ചാർജ് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതൊക്കെ ക്ലിയർ ആട്ടോ, ഓക്കെയാണ്, നോട്ടിഫിക്കേഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. പക്ഷേ ഫോട്ടോസ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വാട്സപ്പിലൊക്കെ ഫോട്ടോസ് വന്നാൽ അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എന്താണ് ടൈപ്പ് ചെയ്തൊക്കെ എല്ലാ ലാംഗ്വേജും സപ്പോർട്ടാട്ടോ, മലയാളമാണെങ്കിലും ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സപ്പോർട്ടാണ്, നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെയുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ മൊത്തം സ്റ്റീലാട്ടോ, മൊത്തം സ്റ്റീലാണ്. ഇതുമായിട്ട് സ്ക്രാച്ചോ കാര്യമൊന്നും ആയിട്ടൊന്നുമില്ല, മൊത്തം സ്റ്റീലാണ്. പിന്നെ 3 ഇവിടെ ഒരു നമുക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ, അതിൽ നമുക്ക് വാച്ചിൻ്റെ ഫേസൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് വേറൊരു ബട്ടൺ, ഇവിടെ ഒരു ബട്ടൺ കേട്ടോ, അത് മെനു ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ഈ ബട്ടണിൽ നമുക്ക് കോളൊക്കെ വന്നാൽ പെട്ടെന്ന് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതേപോലെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, അതേപോലെ സൈലൻറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓക്കെ തന്നെയാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വരുന്ന ഇങ്ങനെ കേട്ടോ, ഇതിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ ECG എന്നൊക്കെ പറഞ്ഞൊക്കെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്നും വർക്കിംഗ് ഒന്നും അല്ല കേട്ടോ. അതായത് ഒരു 5% ഒക്കെ നമ്മളിപ്പോൾ കയ്യിൽ വെച്ചാലും പുറത്ത് വെക്കുകയാണെങ്കിൽ എന്താ പറയുക, മെഷർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൊക്കെ ഏകദേശം സെയിം തന്നെ കേട്ടോ. അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ റബ്ബർ സ്ട്രാപ്പ്, ഇത് റബ്ബർ അല്ല സിലിക്കോണൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എന്നാൽ ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ, നമ്മൾ യൂസ് ചെയ്താൽ സ്മെല്ലും കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ വരുന്നത് സ്റ്റീലാട്ടോ, പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ആട്ടോ. ഇപ്പം ഞാൻ വെള്ളത്തിലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. വാച്ച് ഇപ്പോഴും എന്താ പറയുക, ആ ഒരു നീറ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ബേസ് ഓക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ക്വാളിറ്റി ബേസ് മെറ്റീരിയലും ക്വാളിറ്റി ബേസൊക്കെ വാച്ച് ഓക്കെ തന്നെയാണ്. ഇത് വാങ്ങുന്നവരോട് ഞാൻ പറയാനുള്ളത്, നമ്മൾ ഇതിൽ ഫങ്ഷൻ നോക്കിയിട്ട് എന്താ പറയുക, ഇതേ ചിലപ്പോൾ ഒരു 3000-4000 രൂപയ്ക്ക് നമുക്ക് MIൻ്റെ ഒക്കെ നല്ല സ്മാർട്ട് വാച്ച് കിട്ടും, നല്ല ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള.
അത്രയൊന്നും പ്രതീക്ഷിച്ച് ഒരിക്കലും ഇത് വാങ്ങാൻ നിൽക്കണ്ട. ഞാൻ ലുക്ക് വൈസ് നിങ്ങൾക്ക് ഒരു ആപ്പിൾ വാച്ച് വേണമെന്നുള്ളവർക്ക് സൂപ്പറായിട്ട് വാങ്ങാം. ക്വാളിറ്റി തന്നെയാണ്. മെറ്റീരിയൽ ബിൽഡ് ക്വാളിറ്റി സൂപ്പറാട്ടോ. അതായത് ലുക്ക് വൈസ് ആപ്പിൾ വാച്ച് സെയിം തന്നെയാട്ടോ. പെട്ടെന്ന് ആരും കണ്ടാലും മനസ്സിലാവില്ല. അങ്ങനെയുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചുള്ള കമൻറ്റിലുള്ള മറുപടി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ ബാക്കി ഇതിൻ്റെ കൂടെ വരുന്നത് ഞാൻ പറയാൻ വേണ്ടി ചാർജർ മാത്രമാട്ടോ. ഇതിൻ്റെ കൂടെ വരുന്നത് വേറെ ഒന്നുമില്ല, ചാർജർ മാത്രമേ കൂടെ ഉള്ളൂ. അപ്പോൾ ചാർജർ ഇപ്പം ഞാൻ എടുത്തില്ല, റൂമിലുള്ളതെന്ന് തോന്നുന്നു. സാധാരണ ചാർജർ ഇവിടെ എന്താ പറയുക, ഒരു മാഗ്നറ്റ് പോലെയാണ്. ഇവിടെ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ചാർജർ, വയർലെസ് ചാർജറാണ്. ഏത് വയർലെസ് ചാർജർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ വേണമെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഇഷ്ടമുള്ളവരെ പറ്റി വാങ്ങിക്കോട്ടോ. ചിലപ്പോൾ ചെറിയ വേരിയേഷൻ മാറ്റമൊക്കെ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചാൽ കുറവായിരിക്കാം. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കമ്പനി ഇല്ല, WO, ആ കമ്പനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനി തന്നെ വാങ്ങാം. ഇതാകുമ്പോൾ ഞാൻ യൂസ് ചെയ്തിടണം, ഗ്യാരണ്ടിയാണ്, ബിൽഡ് ക്വാളിറ്റി ഗ്യാരണ്ടി ആട്ടോ. പക്ഷേ ഫംഗ്ഷൻ ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫംഗ്ഷൻ നോർമലി നമ്മൾ എന്താ പറയുക, നമ്മുടെ MIൻ്റെ ഒക്കെ ഫിറ്റ് വാച്ച് കൊണ്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത്രയുള്ള ഫംഗ്ഷൻ മാത്രം പ്രതീക്ഷിച്ച് വാങ്ങാം കേട്ടോ. വലുതായിട്ടുള്ള സംഭവം ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ലുക്ക് വൈസ് നിങ്ങൾ എന്താ പറയുക, ഐഫോൺ ആപ്പിൾ വാച്ച് നിങ്ങളുടെ കയ്യിൽ കെട്ടി നടക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് എന്തായാലും പോയിട്ട് വാങ്ങാം കേട്ടോ. ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാം. എന്താ പറയുക, ആപ്പിൾ വാച്ച് എന്നുള്ള ഗമയിൽ കെട്ടി നടക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ നിങ്ങളെ എന്താ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടിപൊളി എടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. സൈനിങ് ഔട്ട്.